നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. റേഷൻ കടയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നോക്കാൻ പോകുന്നത്. റേഷൻ കാർഡുമായി സാധനങ്ങൾ വാങ്ങുന്ന ആളുകൾ, റേഷൻ സാധനങ്ങൾ മറ്റു ആളുകൾക്ക് വാങ്ങാൻ വേണ്ടി OTP മറ്റു കാര്യങ്ങൾ നൽകുന്ന ആളുകൾ എന്നിവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അതിനുമുമ്പായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനലിൽ ഒരു തരത്തിലുള്ള രാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതല്ല. ഗവൺമെൻറ് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസ് വരുന്നത്. ശ്രദ്ധിക്കുക, പല ആളുകളും പഴയ വീഡിയോസുകൾ കണ്ട് ആ ആനുകൂല്യങ്ങൾ ഇപ്പോൾ നിലവിലുണ്ട്, ഞങ്ങൾ അറിഞ്ഞില്ല, അങ്ങനെ പല കാര്യങ്ങളും കമൻറ്റ് ബോക്സിൽ ചോദിക്കാറുണ്ട്. നിങ്ങൾ കാണുന്ന വീഡിയോ ഏറ്റവും പുതിയ വീഡിയോസ് ആണെന്ന് ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ, ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. റേഷൻ സാധനങ്ങൾ വാങ്ങുന്ന ആളുകൾ ഇപ്പോൾ നിലവിൽ 4 രൂപത്തിലുള്ള കാർഡുകളാണ് ഉപയോഗിക്കുന്നത്. മഞ്ഞ, ചുവപ്പ്, നീല, വെള്ള കാർഡുകളാണ് കൂടുതൽ ആളുകളും ഉപയോഗിക്കുന്നത്. അത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മഞ്ഞ, ചുവപ്പ് കാർഡുകൾ അനർഹമായിട്ട് നമ്മൾ അരിയും മറ്റു സാധനങ്ങളും കൈപ്പറ്റി കഴിഞ്ഞാൽ നമ്മൾ വലിയ രൂപത്തിലുള്ള ഫൈനുകളും മറ്റു കാര്യങ്ങളും നമ്മൾ തിരിച്ചടക്കേണ്ടി വരും. അതുപോലെ തന്നെ നമ്മൾ ഇത്രയും കാലം നമ്മൾ സാധനം വാങ്ങിയിരുന്നത് നമ്മൾ ആധാർ അനുസൃതമാക്കി നമ്മുടെ ഫിംഗർ പ്രിന്റ് മെഷീനിൽ പതിപ്പിക്കുകയും അത് പതിപ്പിക്കാൻ സാധിക്കാത്ത ആളുകൾക്ക് OTP നൽകുമായിരുന്നു നമ്മൾ ചെയ്തിരുന്നത്. ഇനി അങ്ങോട്ട് OTP സമ്പ്രദായം ചിലപ്പോൾ നിലവിലുണ്ടാവുകയില്ല. നമ്മൾ നിർബന്ധമായിട്ടും നമ്മുടെ വിരൽ പതിപ്പിക്കേണ്ടി വരും. ഇതിൽ 40-50 വയസ്സ് കഴിഞ്ഞ ആളുകൾക്കാണ് വിരൽ പതിപ്പിക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾ ഉണ്ടാവുക. അങ്ങനെയുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് തന്നെ ആധാർ കാർഡ് ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വെക്കുക. സർക്കാരിൽ നിന്ന് ലഭിക്കുന്ന ഒരുപാട് കാര്യങ്ങൾക്ക് ഇപ്പോൾ ആധാർ കാർഡ് അപ്ഡേഷൻ നിർബന്ധമാണ്. പെൻഷൻ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, മസ്റ്റിൻ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, അതിനെല്ലാം നമ്മുടെ ആധാർ കാർഡ് നിർബന്ധമാണ്. ആധാർ കാർഡ് അപ്ഡേഷൻ നിർബന്ധമാണ്. അതുപോലെ തന്നെയാണ് ഇനി അങ്ങോട്ട് റേഷൻ സാധനങ്ങൾ വാങ്ങാൻ നമ്മൾ വിരൽ പതിപ്പിക്കേണ്ടി വരും. അതുപോലെ തന്നെ വരും മാസങ്ങളിൽ വെള്ള, നീല കാർഡുള്ള ആളുകൾക്ക് മസ്റ്റിംഗ് പൂർത്തിയാക്കേണ്ടി വരും. അങ്ങനെയുള്ള ആളുകൾക്കും അവരുടെ ഫിംഗർ പ്രിന്റ് പതിപ്പിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ ആധാർ കാർഡ് ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയമാണ്, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അനധികൃതമായി നമ്മൾ റേഷൻ സാധനങ്ങൾ കൈപ്പറ്റാതിരിക്കുക. നമുക്ക് അർഹതയില്ലാതെ നമ്മൾ റേഷൻ സാധനങ്ങൾ കൈപ്പറ്റി വാങ്ങുകയാണെങ്കിൽ നമ്മൾ സർക്കാർ വില നിശ്ചയിച്ചത് 38-40 രൂപയാണ് ഓരോ കിലോ അരികൾക്കും. അതും അതിൻ്റെ 18% പലിശ കൂടി നമ്മൾ തിരിച്ചടക്കേണ്ടി വരും. ഒരുപാട് ആളുകൾ ഇപ്പോൾ അങ്ങനെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ റേഷൻ കാർഡിൽ നമ്മൾ മരണപ്പെട്ടു പോയ വ്യക്തികളുടെ അരി വാങ്ങാൻ നമുക്ക് അർഹതയില്ല, നമുക്ക് അവകാശമില്ല. മരണപ്പെട്ടു പോയ വ്യക്തികൾ, വിദേശത്തുള്ള ആളുകൾ എന്നിവരുടെ എല്ലാം അരി നമ്മൾ വാങ്ങുന്നുണ്ടെങ്കിൽ അത് സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സപ്ലൈ ഓഫീസറുടെ ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ വലിയ രൂപത്തിലുള്ള ഫൈനുകൾ തിരിച്ചടക്കേണ്ടി വരും. ഈ കഴിഞ്ഞ മാസങ്ങളിൽ ഒരുപാട് ആളുകൾ അതിന് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. 40,000-50,000 രൂപ വരെ അവർക്ക് ഫൈൻ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയമാണ്, ചുവപ്പ് കാർഡുകൾ ഉപയോഗിക്കുന്ന ആളുകളുണ്ടെങ്കിൽ, 1000 സ്ക്വയർ ഫീറ്റിന് മേലെ വീട്ടിൽ താമസിക്കുന്ന ആളുകളാണെങ്കിൽ അവർക്ക് ഈ കാർഡിന് അർഹതയില്ലെന്നാണ് ഇപ്പോൾ സർക്കാർ പറയുന്നത്. അതുപോലെ തന്നെ സ്വന്തമായി 4 ചക്ര വാഹനമുള്ള ആളുകളാണെങ്കിൽ അവർക്കും ഇതിന് അർഹതയില്ല. വീട്ടിൽ AC മറ്റു കാര്യങ്ങളുണ്ടെങ്കിൽ അവർക്കും സബ്സിഡി സാധനങ്ങൾക്ക് അർഹതയില്ലെന്നാണ് സർക്കാർ പറയുന്നത്. അതുകൊണ്ട് തന്നെ സബ്സിഡി സാധനങ്ങൾ നമ്മൾ വാങ്ങുന്ന ആളുകളാണെങ്കിൽ അത് നമുക്ക് പൂർണ്ണമായി അർഹതയുണ്ട്. നമുക്ക് പിന്നീട് ഫൈനുകൾ തിരിച്ചടക്കേണ്ടി വരില്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തുക. അല്ലെങ്കിൽ ഓൺലൈനായി നമുക്കതിന് നമ്മൾ നീലയിലേക്കോ വെള്ളയിലേക്കോ മാറാനുള്ള അവസരമുണ്ട്. ഓൺലൈൻ വഴിയാണ് അതിന് അപേക്ഷ സമർപ്പിക്കേണ്ടത്. റേഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും, റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും ഓൺലൈൻ വഴി തന്നെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. പുതിയ ആളുകളെ ചേർക്കൽ, നിലവിലുള്ള ആളുകളെ ഒഴിവാക്കൽ, മറ്റൊരു കാർഡിലേക്ക് മാറ്റൽ എന്നിങ്ങനെ ഇതിനൊന്നും പ്രത്യേക സമയമില്ല. എല്ലാ സമയങ്ങളിലും ചെയ്യാൻ സാധിക്കും. ആദ്യ കാലങ്ങളിൽ റേഷൻ കാർഡിൽ പേര് ചേർക്കാൻ ഒരു സമയത്തും ഒഴിവാക്കാൻ മറ്റൊരു സമയത്തും എല്ലാമായിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല. റേഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ഓൺലൈൻ വഴി തന്നെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. അതിന് പ്രത്യേക കാലമോ ടൈമോ ഇല്ല. എല്ലാ സമയത്തും ഇക്കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി ഒരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.